രാജ്യത്താകെ നടക്കുന്ന ഈ മോക്ക് ഡ്രിൽ കേരളത്തിലും വ്യാപകമായി നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും മോക്ക് ഡ്രിൽ നടത്താനാണ് തീരുമാനം. വൈകിട്ട് 4 മണിക്കായിരിക്കും മോക്ക് ഡ്രിൽ ആരംഭിക്കുക. ആതിര പുതുവയലിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ആതിര, ഈ തിരുവനന്തപുരത്തെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇപ്പം നമുക്ക് ഒരുപക്ഷെ അണക്കെട്ടുള്ള ഭാഗത്തൊക്കെ മോക്ക് ഡ്രിൽ ഉണ്ടാകുമെന്ന് പറയും. അതല്ലാതെ ജില്ലകളിൽ എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കും, അതുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥലത്ത് സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ അതൊക്കെ എങ്ങനെയാണ്? ആര്യ, നാളെ വൈകുന്നേരം 4 മണി മുതലാണ് നമ്മൾക്കിവിടെ മോക്ക് ഡ്രില്ല് നടത്താൻ സാധ്യതയുള്ളത്. എല്ലാ വാർഡുകളിലും സ്ഥാപനങ്ങളിലും വീടുകളിലും എല്ലാം മോക്ക് ഡ്രില്ലിന് എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ബ്ലാക്ക് ഔട്ട് ടൈം വരുന്ന സമയങ്ങളിൽ പരമാവധി ലൈറ്റുകളെല്ലാം ഓഫാക്കിയിടാൻ തന്നെ ശ്രമിക്കുക. ജനലിൻ്റെ സൈഡിൽ നിന്നൊക്കെ വെട്ടം പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസോ അങ്ങനെ എന്തെങ്കിലും എടുത്തു വെച്ച് വെട്ടം പുറത്തു പോകാതിരിക്കാനുള്ള കരുതലുകൾ ചെയ്യണം. വൈദ്യുതി, ഗ്യാസ് എന്നിവ ഓഫാക്കി വെക്കണം. അതൊന്നും ഓണാക്കാൻ പാടില്ല. പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ റെഡിയാക്കി വെച്ചിരിക്കണം. അതിനകത്ത് നമ്മൾക്ക് ആവശ്യമുള്ള മരുന്നുകൾ, ഡ്രൈ ഫ്രൂട്ട്, വെള്ളം, അങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതിൽ കരുതണമെന്നാണ് പറയുന്നത്. എല്ലാവരും ഇതിൽ സഹകരിക്കണം. അതുപോലെ തന്നെ വാർഡ് തലങ്ങളിലും ഈ ഒരു മോക്ക് ഡ്രില്ല് ചെയ്ത് നോക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഫാമിലിക്കുള്ളിലാണെങ്കിൽ ഫാമിലി ഡ്രില്ലായിട്ട് ഇത് ചെയ്ത് നോക്കണം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു 4 മണിക്ക് മുന്നേ തന്നെ ഒരു സേഫായിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഒരു മോക്ക് ഡ്രില്ല് തുടങ്ങുന്ന സമയങ്ങളിൽ ആ ഒരു സ്ഥലത്തേക്ക് മാറണമെന്ന് പറയുന്നുണ്ട്. പുറത്ത് നിരപ്പായ സ്ഥലങ്ങളിൽ ഇരിക്കരുത്. സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ല് തുടങ്ങിക്കഴിഞ്ഞാൽ സേഫായിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ നേരത്തെ കണ്ടുപിടിച്ചിട്ടുള്ള സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറണമെന്നാണ് പറയുന്നത്.